എവരിബഡി എങ്ങനെയുണ്ട് ഇപ്പോൾ? നമ്മുടെ കേറ്റ് ശർമ്മ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ജഡ്ജിത് കിടലുക്ക് ബീച്ചിയുടെ പോസിങ് ഒരു രക്ഷയില്ല. ഇത്ര ഭംഗിയുള്ള ആക്ട്രസ് ഇന്ത്യയിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഉണ്ടെന്ന് ഇപ്പോൾ നികിത ശർമ്മ എന്നും ഒരു സ്ഥലത്തേക്കും കറങ്ങണം. ട്രാവൽ ഇൻഫ്ലുവൻസർ വെച്ചാൽ വമ്പം ക്ലാസ് കണ്ട നല്ലൊരു അടിപൊളി കോസ്റ്റ്യൂമിൽ നല്ല ലുക്കായിട്ടാണ് നികിത ശർമ്മ ഫുൾ ടൈം വരല്. അതന്നെ വേറൊരു ലെവലിനാണ് ലുക്ക്. നമ്മുടെ ശിവാംഗി വർമ്മ നൂഡിൽസ് വേണമെന്നാണ് ചോദിക്കണത്. വേണ്ടവർക്കൊക്കെ കോരി തരുമെന്നാണ് പറയണത്. തൊള്ളേക്ക് വെക്കണ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണ്. ഞാൻ ഇപ്പോൾ നികിത ശർമ്മയുടെയും നമ്മുടെ ശിവാംഗി വർമ്മയുടെയും ഫാനാണ് കേട്ടോ. ഇവർ രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ആകാംക്ഷ പൂരി സിക്സ് ബാക്ക് ഉണ്ട് ഫുള്ള് ABS. അത് ഞാൻ ഇവിടെ കൺഗ്രാജുലേഷൻ ഉണ്ട് ഈ മടത്തിന് കേട്ടോ. ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് ചില്ലറ പരിപാടിയില്ല. നമ്മുടെ വിഷ്ണുപ്രിയ ഭീമേനയില്ലേ ഇന്നലെ തെലുങ്കിലൊക്കെ ആങ്കറിങ് ചെയ്തതിൽ വന്ന നല്ല അടിപൊളി ആക്ട്രസ്സാണ് കേട്ടോ. കയറി വരും ഉറപ്പാണ്. നല്ല സിനിമയിൽ അവസരം കിട്ടിയ ഉറപ്പായിട്ട് അടിച്ചു കയറും. നല്ല കിട്ടിയ കോസ്റ്റ്യൂം സെൻസുള്ള ടീമാണ്. പിന്നെ അത് നമ്മുടെ ശിവാംഗി വർമ്മ അത് വീണ്ടും വന്നതാണ്. ഞാൻ ശിവാംഗി വർമ്മയുടെ ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗി വർമ്മനെ. എന്താ ലുക്ക് ഷേപ്പ്. ഞാൻ നേവൽ ഫാനായി. രക്ഷയില്ല ശിവാംഗി വർമ്മ. നികിത ശർമ്മ വീണ്ടും വന്നൊക്കെ ശർമ്മയാണല്ലോ. നമ്മുടെ ഗുഹാസിനി ഗണേശൻ കുറേ കാലമായിട്ട് ഫോട്ടോ ഒന്നും കണ്ടില്ല. ഞാൻ ലുക്കുണ്ട് ഇഷ്ടപ്പെട്ടു. ശിവാംഗി വർമ്മനെക്കാട്ട് ഇവരായിട്ട് ഭയങ്കര ഇഷ്ടപ്പോൾ ഗുഹാസിനിയോട് ഉണ്ട്. ഗുഹാസിനി നല്ല അടിപൊളി ലുക്കാണ്. പൂരി വീണ്ടും വന്നിരിക്കുന്നല്ലോ കിടലൻ ലുക്കിൽ, കിടലൻ കോസ്റ്റ്യൂം സെൻസിൽ. ABS തന്നെയാണ്. ഫിറ്റ്നസ്സാണ് മെയിൻ. ഫിറ്റ്നസ് ഇട്ടൊരു കളിയില്ല. ശിവാംഗി വർമ്മ അപ്പോൾ ഫുൾ സൈഡ് പെക്സ് ഇൻ ബിക്കിനി ബ്ലാക്ക്. പച്ചയിലല്ല വെള്ള കൊത്തുകളുള്ള ബിക്കിനിയാണ്. എന്തല്ലേ ഇവിടെ ലുക്ക് തന്നെയാണ്. അടിപൊളി ലുക്ക് തന്നെയാണ്. ജിമ്മ് വെച്ചാൽ നികിത ശർമ്മയുടെ ഒരു മാഡ്നെസ്സാണ്. ജിമ്മിൽ പോവുക, വേർക്കുക, ഫോട്ടോ എടുത്തിട്ട് കിട്ടുക. എന്തായാലും ജിമ്മിലെ കൊണ്ടല്ലേ. ജിമ്മിൽ കൊണ്ടുവച്ച വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പോകാൻ പറ്റുന്നതിനെ കൊണ്ട് പറ്റുള്ളൂ, ഇല്ലത്തെ പറ്റില്ല. പൂജ വിജയ് നമ്മുടെ ഒരു ക്രഷ് തന്നെയാണ്. പൂജ വിജയുടെ പാട്ടല്ല അതും ക്ലിക്കാവും, പക്ഷെ പാട്ടാണ്ട് സീനാവുന്നില്ല. എന്തായാലും അടുത്ത പടം നമ്മുടെ വിജയനാട്ടിലാണ്. അടിപൊളി പടമാവട്ടെ. ഇത് നമ്മുടെ കാജലിൻ്റെ അനിയത്തിയാണ് കേട്ടോ. പണ്ട് കാലത്ത് എല്ലാവരും പറയുണ്ടാകും കുറച്ച് ഹോട്ടായിട്ടുള്ള അഭിനയിച്ച് പിന്നെ നിർത്തി ഇല്ല. എന്നാലും നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. കാജലിൻ്റെ അനിയത്തിയുള്ള എല്ലാതരം അഭിനയത്തിലുള്ള എല്ലാ മികവും കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളി. കമൻറ്റാൻ പറ്റില്ല, നമ്മളെ സീനായി വെച്ചിങ്ങനെ.